ഹലോ, ഇറ്റ്സ് മീ സ്റ്റെപ്പിംഗ് സ്റ്റോൺ സ്റ്റെപ്പിംഗ് ഇൻ വിത്ത് അനദർ റിവ്യൂ. ലിറ്റിൽ ക്രീ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ഫൈസൽ രാജ നിർമ്മിച്ച് സാഗർ എഴുതിയ ജോ ജോർജിൻ്റെ ആദ്യ സംവിധാന സംരംഭമാണ് ആസാദി. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രഗ്നൻ്റായ ഗംഗ തടവിലാക്കപ്പെടുന്നു. അതിനുശേഷം പ്രസവത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് തടവുകാരിയായ ഗംഗയെ പോലീസുകാർ കൊണ്ടുപോകുന്നു. ഗംഗയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പ്രസവത്തിനായി കൊണ്ടുവന്നതിന് ശേഷം കഥ വികസിക്കുന്നത് ഈ കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. ഗംഗയുടെ ഭർത്താവായ രഘുവും അവളുടെ അച്ഛൻ ശിവനും ചേർന്ന് 24 മണിക്കൂർ കൊണ്ട് ഒരു സാഹസിക രക്ഷപ്പെടൽ ആസൂത്രണം ചെയ്യുന്നു, ആശുപത്രിക്കുള്ളിൽ വെച്ച് തന്നെ. അതാണ് ഈ സിനിമയുടെ കഥ. ഗംഗ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് രവീണ രവിയാണ്. ഗംഗയുടെ ഭർത്താവായ രഘുവിനെ അവതരിപ്പിക്കുന്നത് ശ്രീനാഥ് ബാസിയും പിന്നെ അച്ഛനായ ശിവനെ അവതരിപ്പിക്കുന്നത് ലാലുമാണ്. ഈ 3 അഭിനേതാക്കളും നല്ല ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. രഘുവായി അഭിനയിക്കുന്ന ശ്രീനാഥ് ബാസിക്ക് തൻ്റെ പ്ലാൻ സക്സസ്ഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് പേരുടെ സഹായം വളരെ ആവശ്യമാണ്. അങ്ങനെയുള്ള കുറച്ച് ആളുകളെ അവർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവരുടെ പ്ലാനിലേക്ക് ഒരു 4 പേര് ജോയിൻ ചെയ്യുന്നു. ഗംഗയെ ആശുപത്രിയിൽ നിന്ന് രക്ഷിക്കാൻ ഗംഗയുടെ ഭർത്താവായ രഘുവും അച്ഛനായ ശിവനും പ്ലാൻ ചെയ്യുമ്പം ഗംഗ കൊലപ്പെടുത്തിയ വ്യക്തിയുടെ അച്ഛൻ, അതായത് ആ രാഷ്ട്രീയ നേതാവ്, ശിവനെയും രഘുവിനെയും കൊല്ലാനും പ്ലാൻ ഇടുന്നുണ്ട്. അതാണ് കഥയുടെ 2 വശം. ഒന്ന്, പോലീസുകാരുടെ സംരക്ഷണത്തിൽ നിന്ന് ഗംഗയെ രക്ഷിക്കുകയും വേണം, അതേസമയം ഇവരെ കൊല്ലാൻ പദ്ധതിയിട്ട് നടക്കുന്ന ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടുകയും വേണം. ഓരോ വ്യക്തികൾക്കും ഓരോ ബുദ്ധിമുട്ടാണ് സാമ്പത്തികമായിട്ട്. അപ്പോൾ അത് എങ്ങനെ അവരുടെ ആ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ എങ്ങനെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടെയാണ് ഈ സിനിമ. നമ്മൾ ഈ സിനിമ കാണുമ്പം നായകൻ്റെയും നായികയുടെയും കൂടെ ആയിരിക്കാം നമ്മൾ സഞ്ചരിക്കുന്നത്. പക്ഷേ എങ്കിലും സാമ്പത്തികമായിട്ട് പുറകോട്ട് നിൽക്കുന്നവരെ എങ്ങനെയൊക്കെ ആൾക്കാർ കണ്ടെത്തി ചൂഷണം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടെയാണ് ഈ സിനിമ. റിസ്കി ആയിട്ടുള്ള ഒരു പ്ലാനാണ് ഇവർ എക്സിക്യൂട്ട് ചെയ്യാൻ പദ്ധതിയിടുന്നത്. പ്രത്യേകിച്ച് പോലീസുകാരുടെ കണ്ണുവെട്ടിച്ച് വേണം ഗംഗയെ രക്ഷപ്പെടുത്താൻ. അവർക്കൊരിക്കലും തന്നെ 2 വ്യക്തികൾക്ക്, അതായത് അച്ഛനും ഭർത്താവിനും തന്നെ ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് രഘുവിനും ശിവനും കുറച്ച് പേരുടെ സഹായം ആവശ്യമായി വരുന്നത്. ആ സഹായം ആവശ്യമായി വരുമ്പോൾ അവർ സഹായം അഭ്യർത്ഥിക്കാൻ ചെല്ലുന്ന വ്യക്തികൾക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ ഒരു തരത്തിൽ പറഞ്ഞാൽ ചൂഷണം ചെയ്ത് അവരുടെ പ്ലാനിലേക്ക് ആ വ്യക്തികളെ കൂടെ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ നേരം ഈ വ്യക്തികളോട് പറയുന്നുണ്ട്, ഇതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു റിസ്ക്കുമില്ല. എത്രയൊക്കെ ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെ അവരുടെ ഫ്ലാഷ് ബാക്കിൽ ഈ നായകൻ്റെയോ നായികയുടെയോ ഭാഗത്ത് ശരിയുണ്ടെങ്കിലും പക്ഷേ ഒരു സാമ്പത്തികമായി ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു രീതിയിലേക്കാണ് എനിക്ക് തോന്നിയത്. ശിവനും രഘുവിനും ഈ 4 പേരെ കൂടാതെ വേറൊരു വ്യക്തിയുടെ സഹായം അനിവാര്യമാണ് ഈ പ്ലാൻ കംപ്ലീറ്റ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ആ വ്യക്തി എന്ന് പറയുന്നത് ഗംഗയുടെ കൂടെയുള്ള സഹതടവുകാരിയാണ്. സഹതടവുകാരി എന്ന് പറയുമ്പം പ്രഗ്നൻ്റായ ഗംഗ പ്രസവത്തിനായി ആശുപത്രിയിലേക്ക് വരുമ്പം കൂടെ നിൽക്കാൻ ഒരു സ്ത്രീ വേണം. നല്ല നടപ്പുള്ള ഒരു സഹതടവുകാരിയും കൂടെ ഗംഗയുടെ കൂടെ ഹെൽപ്പിന് വേണ്ടി പോലീസുകാർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ സഹതടവുകാരിയുടെ ഒരു ഹെൽപ്പും കൂടെ കിട്ടിയാൽ മാത്രമേ ഇവരുടെ ഗംഗയെ ഈ ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ള പ്ലാൻ പൂർണ്ണമായിട്ട് വിജയിപ്പിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഈ സഹതടവുകാരി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ക്യാരക്ടറുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അവരോട് ഈ പ്ലാൻ പോയി പറഞ്ഞാൽ അത് ഫെയിൽ ആകുമോ സക്സസ് ആകുമോ എന്നുള്ള ഒരു കൺഫ്യൂഷനുണ്ട്. പക്ഷേ ഓൾറെഡി ഈ പ്ലാനിലുള്ള ഒരു വ്യക്തി ഈ സഹതടവുകാരിയോട് പോയിട്ട് അവരുടെ പ്ലാനിനെ കുറിച്ച് പറയുന്നു, നിങ്ങൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നു. പക്ഷേ അവർ അതിന് എതിരാവുകയും അങ്ങനെ ഇവരുടെ പ്ലാൻ പോലീസ് അറിയുകയും അതിനുശേഷം ഉണ്ടാകുന്ന കുറച്ച് ത്രില്ലിംഗ് മൊമെൻറ്റ്സും കാര്യങ്ങളും ആണ് കുറച്ചുകൂടെ സിനിമയെ ഒരു എനർജറ്റിക് ഫീലിലേക്ക് കൊണ്ടുവരുന്നത്. ഈ പറയുന്ന നിമിഷം വരെ, അതായത് സിനിമയുടെ പകുതി വരെ വളരെ ലാഗായിട്ടാണ് പോകുന്നത്, വളരെ ബോറിംഗ് ആയിട്ട് നമുക്ക് തോന്നും. പോലീസുകാർ ഇവരുടെ പ്ലാനിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും സിനിമയുടെ കഥ എഴുതിയ രീതി അല്ലെ എക്സിക്യൂട്ട് ചെയ്ത വശം കുറച്ച് ഫെയിലിയർ തന്നെയാണ്. അതായത് ലോജിക്ക് തീരെയില്ല. ഇപ്പോൾ എല്ലാ മൂവിക്കും ലോജിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും തീരെ ലോജിക്ക് ഇല്ലാത്ത കുറച്ച് മൊമെൻറ്റുകൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു സർപ്രൈസിങ് എലമെൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഡയറക്ടർ. അത് വളരെ അപ്പീലിംഗ് തന്നെയാണ്, അത് അപ്രീഷിയേറ്റബിളുമാണ്. ഒരു സർപ്രൈസിങ് എലമെൻറ്റ് ഈ സിനിമയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ സിനിമ ഒരു ഫ്ലോപ്പ് സിനിമയാണ് എന്ന് പറയാൻ സാധിക്കത്തില്ല. കാരണം കുറച്ച് നല്ല മൊമെൻറ്റുകളുണ്ട്. പിന്നെ അഭിനേതാക്കളുടെ അവരുടെയൊക്കെ അഭിനയം
ശ്രീനാഥ് ബാസിയുടെ ആണെങ്കിലും ലാലിൻ്റെ ആണെങ്കിലും രവീണ രവിയുടെ ആണെങ്കിലും ഒക്കെ അത് വളരെ മികച്ചതായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് പ്രത്യേകിച്ച് ഒരു മൂവി നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ കാണാനില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മൂവി ചൂസ് ചെയ്യാം. റിഗ്രറ്റ് ചെയ്യത്തില്ല. ഈ സിനിമ കണ്ടതിന് ശേഷം നമ്മൾ ഒരിക്കലും ഈ സിനിമ കാണരുതായിരുന്നു എന്നൊന്നും ചിന്തിക്കത്തില്ല. കാരണം അത്രയ്ക്ക് മോശം പറയാനില്ല. പക്ഷേ കുറച്ച് ആ ഒരു ലോജിക് ഫാക്ടറും എഴുതിയ രീതിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു വൺ ടൈം വാച്ചബിൾ തന്നെയാണ് ഈ സിനിമ. പിന്നെ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്, ഒരു ഇംഗ്ലീഷ് ഫിലിമുണ്ട്, ദ നെക്സ്റ്റ് 3 ഡേയ്സ് എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് ഫിലിമുണ്ട്. ആ സിനിമയിൽ നായകൻ്റെ ഭാര്യ ചെയ്യാത്ത ഒരു കുറ്റത്തിന് ജയിലിൽ അടയ്ക്കപ്പെടുകയും നിയമത്തിൻ്റെ വാതിലുകളെല്ലാം അവരുടെ മുന്നിൽ അടയ്ക്കപ്പെടുമ്പോൾ നായകൻ തിരഞ്ഞെടുക്കുന്ന മാർഗമാണ് ഭാര്യയെ ജയിലിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നുള്ളത്. ആ മൂവിയും കുറേ വൈകാരിക തലങ്ങളെ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ ഈ 2 മൂവിയും കമ്പാരിസൺ ചെയ്യുകയല്ല. 2 മൂവിയുടെയും കഥാസാരം ഒന്നാണ്. പക്ഷേ ഈ 2 മൂവിയും 2 രീതിയിലാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആസാദി എന്ന് പറയുന്ന മൂവി വൺ ടൈം വാച്ചബിൾ ആണ്. കുറച്ച് ലാഗ് ഉണ്ടെങ്കിലും ഒരു പ്രാവശ്യം കാണാൻ പറ്റുന്ന മൂവി തന്നെയാണ്. ഇനി ഞാൻ വേറൊരു റിവ്യൂവുമായിട്ട് വരാം. Until then, it's me, Stepping Stone, stepping out. Goodbye.